കോട്ടയം മീനെടുത്ത വയോധികനെ തോട്ടിൽ വീണ് കാണാതെയായി. മീനിടം സ്വദേശി ഈപ്പനെയാണ് കാണാതായത്. അഗ്നിരക്ഷാ സേനാ സംഘം പരിശോധന നടത്തുന്നു. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ചെയ്യുന്നുണ്ട്. ഗോകുൽ, എപ്പോഴായിരുന്നു ഇദ്ദേഹത്തെ കാണാതായത്? തിരച്ചിൽ ഊർജിതമാണോ? അഞ്ജലി, ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഈ വയോധികനെ തോട്ടിൽ വീണ് കാണാതായിരിക്കുന്നത്. കോട്ടയം മീനടത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മീനടം സ്വദേശിയായിട്ടുള്ള കാട്ടുമറ്റത്തിൽ ഈപ്പൻ തോമസ് എന്ന് പറയുന്ന 67-കാരനെയാണ് തോട്ടിൽ വീണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഈ വൈകുന്നേരത്തോടു കൂടി തോട്ടിൽ തേങ്ങ ഒഴുകി വരുന്നത് കണ്ട് അത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനായിട്ട് തോട്ടിലേക്ക് ഇറങ്ങിയതാണ് ഈ ഈപ്പൻ തോമസ്. തുടർന്ന് കാൽ വഴുതി വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. മഴക്കാലം ആയതുകൊണ്ട് തന്നെ തോട്ടിൽ ശക്തമായിട്ടുള്ള ഒഴുക്കാണ്, വെള്ളത്തിന്റെ ഒഴുക്കാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആണ് ഇത്തരത്തിൽ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. എന്തായാലും അതിനുശേഷം ഇത്തരത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെയാണ് ഇത് കണ്ടതിന് ശേഷമാണ് ഈ തെരച്ചിലൊക്കെ അടക്കം ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ ഫയർഫോഴ്സ് അടക്കം എത്തിക്കൊണ്ട് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറെ സമയം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. MLA ചാണ്ടിയുമ്മൻ അടക്കമുള്ള ആളുകൾ അവിടെ എത്തി ഈ തെരച്ചിൽ നടപടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. നാട്ടുകാരും തെരച്ചിലിൽ ഭാഗമാകുന്നുണ്ട്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് പ്രധാനമായിട്ടും തെരച്ചിൽ നടപടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായിട്ടുള്ള ഒഴുക്ക് ഈ തോട്ടിലുള്ളത് കൊണ്ട് തന്നെ അത് ഈ തെരച്ചിലിനെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും ആ പ്രദേശത്ത് തിരച്ചിൽ തുടർന്നു തന്നെ കൊണ്ടിരിക്കുകയാണ്. മഴ ഇല്ല എന്നുള്ളത് തെരച്ചിലിനേറെ ആശ്വാസകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇന്ന് വൈകുന്നേരം മുതൽ മഴ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ അതൊരു പ്രതികൂല ഘടകമായിട്ട് മാറുന്നില്ല. എങ്കിൽ കൂടിയിട്ടും ഈ ശക്തമായിട്ടുള്ള ഒഴുക്കുള്ളത് തെരച്ചിലിനെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വൈകുന്നേരത്തോട് കൂടിയിട്ടായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത്. അഞ്ജലി, ശരി ഗോകുൽ, അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്നും ഗോകുൽ രമേശാണ്.